ഇനി തൃശ്ശൂരിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. അവിടെ ഒരു കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കാട്ടാന. ആന റോഡിൽ ഇറങ്ങിയതോടുകൂടി പുലർച്ചെ മുതൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അതിരപ്പള്ളി ആനക്കയം ഭാഗത്താണ് കബാലി നിലവിലുള്ളത്. ആനയെ കാട് കയറ്റാനാകാതെ വനം വകുപ്പും നാട്ടുകാരും സ്ഥലത്ത് തുടരുകയാണ്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനയെ കരകയറ്റാൻ ഇതുവരെയും പറ്റിയിട്ടില്ലല്ലേ? ആന ഇപ്പോഴും ഇടവിട്ട റോഡിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കബാലി ഈ അതിരപ്പള്ളി മേഖലയെ വിറപ്പിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കബാലിയുടെ ശല്യം കാരണം സാധാരണ നേരത്തെയൊക്കെ കബാലി കൃഷിയിടങ്ങളിലും അതേപോലെ തന്നെ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിലുമൊക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പോഴും അങ്ങനല്ല. കബാലി നേരിട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണ്, പൊതുഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയാണ്. അതായത് വിനോദസഞ്ചാരികളടക്കം ആയിരക്കണക്കിന് ആളുകൾ കടന്നു പോകുന്ന അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലാണ് കബാലിയുടെ വിളയാട്ടം നടക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി കബാലി റോഡിൽ ഇറങ്ങി അതോടുകൂടി വാഹനങ്ങളെല്ലാം നിരയായി കിടക്കുകയാണ്. കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ ഒരു നിര നമുക്ക് അവിടെ ദൃശ്യമായിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ടും സമാന നിലയിൽ തന്നെ കബാലിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായി. 100 കണക്കിന് വാഹനങ്ങൾ കബാലി തടഞ്ഞിട്ടു. അതിനുശേഷം കബാലി ഉൾവനത്തിലേക്ക് വലിഞ്ഞതിന് ശേഷമാണ്, മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതിലെ വഴിയുള്ള അല്ലെങ്കിൽ ഈ റോഡ് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഭാഗികമായിട്ട് മാത്രമാണ് ഗതാഗതം നടക്കുന്നത്. കാരണം ആന ഒരു വശത്തേക്ക് മാറിയാൽ മാത്രമേ ഗതാഗതം അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുള്ളൂ. അതായത് ആന മദപ്പാടിലാണ്. ഏത് നിമിഷവും ആനയുടെ ഭാഗത്ത് നിന്ന്, കബാലിയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് വനം വകുപ്പ് ഏതാനും ദിവസം മുൻപ് ഒരു മുന്നറിയിപ്പ് രൂപേണ നൽകിയിരുന്നു. കബാലിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചിത്രം എടുക്കാനോ അതേപോലെ തന്നെ റോഡിൽ ഇറങ്ങി നിന്ന് ആനയെ പ്രകോപിപ്പിക്കാനോ പാടുള്ളതല്ല എന്ന് കാട്ടിക്കൊണ്ട് വനം വകുപ്പ് പ്രത്യേക അറിയിപ്പൊക്കെ ഇറക്കിയിരുന്നു. എന്തായാലും കബാലിനെ ശ്രദ്ധിക്കണം. കബാലി പ്രകോപിതരാണ്, ഒപ്പം തന്നെ കബാലിയുടെ മദപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ ആനയെ വനത്തിലേക്ക് കയറ്റാൻ ഇതുവരെ വനം വകുപ്പിനോ നാട്ടുകാർക്കോ സാധിച്ചിട്ടില്ല. അത് ഇടവിട്ട് ഉൾവനത്തിലേക്ക് കയറിയാലും അത് ഇടവിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സാനു സജീവാണ് വിവരങ്ങൾ നൽകിയത്.